ദിവസം നമ്മൾ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് ഒരു മാസ്റ്റേഴ്സിന് അപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഒരു കുട്ടിക്ക് APS സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും നമുക്ക് റിജക്ഷൻ വന്നു. റീസൺ അവർ പറഞ്ഞത് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് അല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ APS എന്താണ് ഓൾറെഡി എല്ലാം സ്റ്റുഡൻസിന് അറിയാം. നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കോളേജ് അവർ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും ഡിജിറ്റൽ ഫോർമാറ്റിൽ. ഓൾറെഡി നമ്മുടെ വെരിഫിക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ 10th ആണെങ്കിലും 12th ആണെങ്കിലും നമ്മുടെ ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം വെരിഫിക്കേഷൻ ചെയ്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. പക്ഷെ അത് ഉണ്ടായിട്ട് പോലും റിജക്ഷൻ വരാൻ കാരണം നമ്മൾ ആനബി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ആനബി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് 3 കാറ്റഗറിയിലാണ് അവർ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ H+- ആയിരുന്നു കുട്ടീൻ്റെ യൂണിവേഴ്സിറ്റി. ബട്ട് APS കിട്ടിയായിരുന്നു. പക്ഷേ APS കിട്ടിയാലും യൂണിവേഴ്സിറ്റി നമ്മൾ ആനബീൻ്റെ കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി. ആനബീൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി H+- ആണ്, പക്ഷെ നമുക്ക് APS കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് റിജക്ഷൻ്റെ ചാൻസസ് വെരി ഹൈ ആണ്. അപ്പോൾ ഇനി നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സേഫ് ലാൻഡിനെ കോൺടാക്ട് ചെയ്യുക.